ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പേരയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ അന്ന് വെച്ച തായ്വാൻ പിങ്ക് പേരയുടെ വിളവെടുപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ പേരയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ വെച്ചിരുന്ന ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന തായ്വാൻ പിങ്ക് പേരയാണ്. അതിൽ നമുക്ക് അത്യാവശ്യം പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് പേരയ്ക്ക ഉണ്ടാകാതെ നിന്ന് ആ കമ്പ് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തളിര് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറേ കഴിയുമ്പോൾ പേരയ്ക്ക ആകുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാകാത്ത കമ്പുകളൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം തളിര് വന്ന് അതിലൊക്കെ പേരയ്ക്ക ധാരാളം പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പേരയ്ക്കയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്കതിൻ്റെ വിളവെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടൊന്ന് അഴിക്കാം. അതിൻ്റെ വിളവ് എന്തുമാത്രം ആയെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നമ്മുടെ പേരയ്ക്ക നമുക്ക് വിളവെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിനകത്തൊരു ചെറിയ പേരയ്ക്ക ഉണ്ട്. അത് പോരുമെന്ന് തോന്നുന്നു. ഏതായാലും അത് പോയില്ല. അത് നമുക്ക് അടുത്ത കൂടിട്ട് വെച്ചാൽ അവനും ഇതുപോലെ നല്ല വലുപ്പമുള്ള പേരയ്ക്കായി മാറും. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ പേരയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പിങ്ക് കളറാണെന്നാണ് നമ്മൾ പേര മേടിച്ചപ്പോൾ അവർ പറഞ്ഞു. തായ്വാൻ പിങ്ക് എന്നാണ് അതിൻ്റെ പേര് വിട്ടിരിക്കുന്നത്. അപ്പം കറക്റ്റാണ്. ഏകദേശം കുറച്ചുകൂടെ ഇത് പാകമാകാനുണ്ട്. എന്നാലും ഏകദേശം ഒരു പിങ്ക് കളർ ഇതിൽ വന്നിട്ടുണ്ട്. അടുത്തതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതും അതുപോലെ തന്നെ നല്ല പിങ്ക് കളറുള്ള പേരയ്ക്കയാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല മധുരമുണ്ട്. അതുപോലെ ഇതിൻ്റെ തോടിന് വലിയ കട്ടിയില്ല, നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.